Where is Alex? Inside the house. Okay. നീ ഇങ്ങനെ എന്നെ ഒരു രോഗിയൊന്നും ആക്കണ്ട കാതറിന്. ഓടി തീരാൻ നേരത്തെ എല്ലാവർക്കും ഉണ്ടാകുന്ന കിടപ്പ. ഓട്ടം തീരുമ്പോൾ അതങ്ങ് നിന്നോളും. പിന്നെ എന്തിനാ ഈ ഡോക്ടർമാരും ആശുപത്രിയും ഒക്കെ തർക്കിക്കാൻ നിൽക്കാതെ ഈ മരുന്നൊന്ന് കഴിച്ചേ. അലക്സ് എവിടെ? ആ പ്ലാനുമായി മല്ലിട്ടുകൊണ്ടിരിക്കുക. ഞാൻ വീഴുന്നതിന് മുമ്പ് അവനൊന്ന് ജയിക്കണമെന്നുണ്ട്. കർത്താവ് അതിന് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. നോക്കൂ, എങ്ങനെയുണ്ട് എന്റെ മോഡൽ? ഈസ് ഇറ്റ് ഒറിജിനൽ? കംപ്ലീറ്റ് ചെയ്തോ? ഇത് സ്വന്തമായി പണിയാൻ ആൽബർട്ട് സാംസൺ എന്നെ അനുവദിച്ചാൽ അത് നല്ലൊരു തുടക്കമായിരിക്കും. ദ ഫസ്റ്റ് ബ്രേക്ക് ഇൻ മൈ പ്രൊഫഷൻ. എങ്കിലും എൻ്റെ സങ്കല്പത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. ആൽബർട്ട് സാംസന്റെ നിഴലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാനത് പണിയും. നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമുക്ക് താമസിക്കാൻ. ഓഫീസിൽ പോകുന്ന സമയമായി. അല്പം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് നേരത്തെ പോണം. കുറെ കത്തുകൾ തയ്യാറാക്കാണ്ട്. ഹലോ സ്റ്റീഫൻ. ഹലോ. ഹായ്. ഹലോ. വാട്ട് എ സർപ്രൈസ്. വീടിന്റെ ഡിസൈൻ പൂർത്തിയായെന്ന് പറഞ്ഞപ്പോൾ സ്റ്റെല്ലയ്ക്ക് ഉടനെ അത് കാണണം. അതിനെന്താ, വരൂ പ്ലീസ് കം. ഇതാണോ ഞങ്ങളുടെ സ്വപ്നഭവനം? Wow, this is beautiful. താങ്ക് യു. ഇനി ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കാനാ പ്രയാസം. ഡിസൈനൊക്കെ ഡാഡിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ആൽബർട്ട് സാംസൺ തന്നെ വീട് പണിയണമെന്നാണ് അദ്ദേഹത്തിന്റെ വാശി. മിസ്റ്റർ സാംസൺ ഇത് അംഗീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്കിൽ ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ പണി തുടങ്ങുന്നതിന് മുമ്പ് ആൽബർട്ട് സാംസന്റെ അപ്രൂവൽ ഉണ്ടാവണം. ഞങ്ങൾ പോട്ടെ, അല്പം തിരക്കുണ്ട്. Okay then, see you. See you. അദ്ദേഹം അതിന് സമ്മതിക്കോ? സമ്മതിക്കും. ഞാൻ സമ്മതിപ്പിക്കും. തൂവിക്കളഞ്ഞ വെള്ളം പോലെ മാത്രം ആൽബർട്ട് സാംസൺ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 20 വർഷം മുമ്പ് ഇവൻ്റെ പ്രായത്തിൽ എന്നെ കാണാൻ വന്നത്. ഇതുപോലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. പട്ടേൽ ഗ്രൂപ്പിന്റെ ഡിസൈൻ റെഡിയായി. റെഡിയാണ് സർ. I'll have a look later. I told you to change the proportions. I'm doing it, sir. അച്ഛനെത്തിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട. കാതറിൻ, ഇന്നലെ ഡ്രാഫ്റ്റ് ചെയ്ത കത്തുകൾ മുഴുവൻ അയച്ചോ? യെസ് സർ. ഞാൻ നോക്കുമ്പോഴൊക്കെ നീ എന്തിനായി കണ്ണട എടുത്ത് മാറ്റുന്നത്?
അത് ഈ കണ്ണടയുള്ളപ്പോൾ എന്നെ കാണാൻ അത്ര നന്നല്ല. അപ്പോൾ കാണാൻ നന്നായിരിക്കണമെന്നുണ്ട് നിനക്ക്, അല്ലേ? എല്ലാവരുടെ മുന്നിലല്ല. മൈ പുവർ കാതറിൻ. മേ ഐ കം ഇൻ സർ? യെസ്. എന്താ അലക്സ്? കാതറിൻ, ആ ഷെൽഫ് ഒന്ന് ഒതുക്കി വെച്ചേക്കൂ. ഓക്കെ. കം. This is too symmetrical. Make this dome bigger. Consult the structural people. സാർ, സ്റ്റീഫൻ വന്നിരുന്നു. ഗ്രീൻ വാലിയിൽ വീട് പണിയണമെന്ന് പറഞ്ഞിരുന്ന. ഓ, അവരോ? അതിന് ഇനി കുറേ സമയമെടുക്കും. അവർക്ക് പെട്ടെന്ന് തീർത്താൽ കൊള്ളാമെന്നുള്ളൂ. അങ്ങനെ തിരക്ക് പിടിച്ചാൽ എങ്ങനെ? എൻ്റെ മനസ്സിൽ ഇതുവരെ പ്ലാൻ ഒന്നും തെളിഞ്ഞിട്ടില്ല. ലാൻഡ്സ്കേപ്പിംഗും ഡിസൈനും നന്നാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ആദ്യം എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒടുവിൽ തലയ്ക്ക് മുകളിൽ ഒരു കൂര മതിയെന്നാവും. അത്ര തിരക്കാണെങ്കിൽ അവരോട് വേറെ ആരെങ്കിലും അന്വേഷിക്കാൻ പറയൂ. ആൽബർട്ട്, ഈ കോൺട്രാക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? കൃത്യമായ രൂപമില്ലാതെ പണി തുടങ്ങുന്നതിനേക്കാൾ നല്ലത് അതാണ്. എനിക്കാണെങ്കിൽ അവരെ ഒട്ടറിഞ്ഞുകൂടാതാനും. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ചിലപ്പോഴൊക്കെ ഞാൻ സത്യം പറയാറുണ്ട് അച്ചായ. ആൽബർട്ട്, യെസ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പേഴ്സണൽ. ആ, കം. കാതറിൻ, കുറച്ചു നേരം അപ്പുറത്തേക്ക് പോകും. അച്ചായ, പോകുമ്പോൾ ആ കഥ കൂടി അടച്ചേക്കും. എൻ്റെ ശരിയായ സ്ഥിതി കുട്ടികൾ അറിയണ്ടെന്ന് കരുതിയ. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ കാലം കഴിയാറായില്ലേ? ഇരുന്ന് സംസാരിക്കൂ. നന്ദി. മനസ്സിന് വല്ലാത്ത ഭാരം. അലക്സിനെ പറ്റിയുള്ള ചിന്തയാണ് എപ്പോഴും. ഞാൻ മരിച്ചാൽ അവൻ എന്ത് സംഭവിക്കും? അവൻ ഇഷ്ടമുള്ളിടത്തോളം എന്നോടൊപ്പം തുടരാമല്ലോ. അതാണ് അവൻ ഇഷ്ടമല്ലാത്തത്. ഇതുപോലെ ഇവിടെ തുടരാൻ അവന് കഴിയുമെന്ന് തോന്നുന്നില്ല. അയാൾക്ക് ഇവിടെ നല്ല ശമ്പളം കിട്ടുന്നു എന്നാണ് എൻ്റെ ധാരണ. പോരുന്നുണ്ടെങ്കിൽ ശമ്പളം കൂട്ടുന്ന കാര്യവും നമുക്ക് ആലോചിക്കാം. പണി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. ആ, അങ്ങനെ പോകുന്നു. നിങ്ങൾ നടന്നോളൂ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. ഓക്കെ, ആലീസ് ഇരുന്നോളൂ. ഞങ്ങൾ ഉടനെ എത്താം. ഡോക്ടർ വരില്ലേ? ഡിന്നർ എവിടെയാവാം? ഇല്ല ആലീസ്, ഞാൻ അതുവഴിയേ പോകും. നാളെ കാണാം. ഓക്കെ, ബൈ. ബൈ. നിങ്ങളുടെ ഭാര്യ ഈയിടെയായി കൂടുതൽ അസ്വസ്ഥയാണെന്ന് തോന്നുന്നു. ഡോക്ടർക്കറിയാമല്ലോ, അമ്മ നമ്മുടെ നാട്ടുകാരിയാണെങ്കിലും ആലീസ് ഇപ്പോഴും അപ്പൻ്റെ ഇംഗ്ലീഷ് പ്രഭുത്വത്തിൻ്റെ നിഴലിലാണ്. അനുഭവിച്ച ദുരന്തങ്ങൾ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് മടിക്കുന്നു. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ കൂടെ ഒരു ചെറുപ്പക്കാരി ദിവസം മുഴുവൻ. യു മീൻ കാതറിൻ? നിങ്ങൾ ആ കുട്ടിയും തമ്മിൽ ബന്ധമൊന്നുമില്ലായിരിക്കാം. പക്ഷേ ആലീസ്, അവർക്ക് വേണ്ടി നിങ്ങൾ കുറേ കൂടി സമയം കണ്ടെത്തണം. ഡോക്ടർ പറയുന്നത് ശരിയാണ്. ആലീസിന് വേണ്ടി ഞാൻ കുറേ കൂടെ സമയം കണ്ടെത്താം. പക്ഷേ ഡോക്ടർ, കാതറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കെന്താ ഒരു സെക്രട്ടറിയെ കണ്ടെത്തിക്കൂടെ? ഒരു പുരുഷൻ? ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചു നിർത്താനോ? പറ്റില്ല ഡോക്ടർ, അത് ശരിയാവില്ല. പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്ക് അവളെ കാണുന്നതേ സഹിക്കാൻ വയ്യെങ്കിൽ? സഹിച്ചേ പറ്റൂ. കാതറിന് പകരം മറ്റൊരാളെ നിർത്താൻ എനിക്ക് പറ്റില്ല. ആരെയും. ആൽബർട്ട്, ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ? പ്ലീസ്. നിങ്ങളുടെ ജീവിതത്തിൽ പല സ്ത്രീകളുമായും നിങ്ങൾക്ക് അടുപ്പമുള്ളതായി കേട്ടിട്ടുണ്ട്. കാതറീനും അക്കൂട്ടത്തിൽ ഒരാളാണോ? എൻ്റെ മനസ്സിൽ അങ്ങനെയാതൊന്നുമില്ല. പക്ഷേ അവളുടെ മനസ്സിലോ? അതത്ര മാന്യമായൊരു ചോദ്യമല്ലല്ലോ ഡോക്ടർ. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ആശങ്കയെ പറ്റിയാണ്. ഡോക്ടർ ഐസക്, ഞാനൊരു വിചിത്രമായ കഥ പറയട്ടെ. താങ്കൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയൂ. വിചിത്രമായ കഥകൾ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അലക്സിനെ അറിയാമല്ലോ? അറിയാം. എബ്രഹാം തോമസിൻ്റെ മകൻ. അതെ. ആ പയ്യൻ ഇവിടം വിട്ടു പോകണം.
സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങണം, പിന്നെ എന്തൊക്കെയോ മനസ്സമ്മതം വാങ്ങലോ പെണ്ണ് കെട്ടലോ ഒക്കെ. ഈ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു ചീത്ത സ്വഭാവമുണ്ട്, പെണ്ണ് കെട്ടണമെന്ന ആഗ്രഹം. ഒരു ദിവസം ഈ കാതറിൻ അലക്സിനോടൊപ്പം എൻ്റെ ഓഫീസിൽ വന്നു. ഞാൻ അതിനു മുമ്പ് അവളെ കണ്ടിട്ടില്ല. അവർ പരസ്പരം അനുരക്തരാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരാശയം തോന്നി. അവളെ ഇവിടെ നിർത്താൻ കഴിഞ്ഞാൽ അലക്സ് ഇവിടം വിട്ടു പോകില്ല. ദാറ്റ്സ് എ ഫണ്ണി ഐഡിയ. ഞാൻ അവളോട് ചില കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഗാഢമായി ആഗ്രഹിക്കുകയായിരുന്നു, കാതറിൻ എൻ്റെ കൂടെ ജോലി ചെയ്യണമെന്ന്. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം ഏബ്രഹാമും അലക്സും പോയതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് വന്നു. തലേന്നെന്തോ പറഞ്ഞുറപ്പിച്ച മട്ടിൽ പെരുമാറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തന്നെ അവളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് വരേണ്ടതെന്നും ചോദിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ അപ്പോഴും ജോലിയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അത് വളരെ വിചിത്രമായിരിക്കുന്നു. ഒരു പക്ഷേ അവളുടെ കാമുകനോടൊത്ത് കഴിയാനുള്ള ആഗ്രഹമാവാം. ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ വന്ന ദിവസം മുതൽ അവൾ അവനിൽ നിന്ന് തെന്നി മാറാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നും മാറി നിങ്ങളുടെ അരികത്തേക്ക് വന്നു എന്നോ? അതെ, അത് തന്നെ. പുറം തിരിഞ്ഞു നിൽക്കുമ്പോഴും ഞാൻ അവളുടെ നേരെ നോക്കിയാൽ അവൾ അറിയും. ഞാൻ അടുത്തേക്ക് ചെന്നാൽ അവളുടെ ശരീരം വിറകൊള്ളും. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം നേരിട്ട് പറഞ്ഞുവെന്ന് അവൾ ധരിച്ചതെങ്ങനെയാണ്? താങ്കൾക്കത് വിശദീകരിക്കാൻ കഴിയുമോ? ഇല്ല, എനിക്ക് കഴിയില്ല. ഡോക്ടർക്കറിയോ, ഇപ്പം അവളുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കേണ്ടി വരും. അവൾ ഇവിടെ ഓടിപ്പോയാൽ അലക്ഷം പോകും. അതോടെ എൻ്റെ സ്ഥാപനം തകരും. എന്തുകൊണ്ട് നിങ്ങൾക്കിത് ആലീസിനോട് പറഞ്ഞുകൂടാ? നോ ഡോക്ടർ, അത് മറ്റൊരു കഥയാണ്. അറിഞ്ഞുകൊണ്ടുള്ള ആത്മപീഡനത്തിൻ്റെ കഥ. എനിക്ക് ആലീസിനോട് ഒരുപാട് കടപ്പാടുണ്ട്. അത് ഞാൻ കുറേശ്ശെയായി വീട്ടുകയാണ്. സത്യത്തിൽ നിങ്ങൾ പറയുന്നത് ഒരു അക്ഷരം എനിക്ക് മനസ്സിലാവുന്നില്ല. തുറന്ന് പറയണം ഡോക്ടർ, കുറേ ദിവസങ്ങളായി നിങ്ങൾ എന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നില്ലേ? നിരീക്ഷിക്കുകയോ? എന്തിന്? ആലീസിനെ പോലെ തന്നെ. ആലീസ് എന്താണ് ചെയ്യുന്നത്? എനിക്ക് ചെറിയ കിറുക്കാണെന്ന് അവൾ കരുതുന്നു. ദൈവമേ, ഞാനോ നിങ്ങളുടെ ഭാര്യയോ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആൽബർട്ട്, നേരെ ഇരട്ടി. ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. എൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അടച്ചിട്ട വാതിലുകൾ ഒന്നൊന്നായി തുറന്നു. അടങ്ങാത്ത എൻ്റെ അഭിലാഷങ്ങൾക്ക് പലരും ഇരയാകേണ്ടി വന്നു. ഒടുവിൽ ഏതോ ഒരു വാതിൽ എൻ്റെ മുമ്പിൽ തുറക്കാതിരിക്കുന്നു. ആലീസ് പറയുന്നത് ശരിയായിരിക്കണം. എൻ്റെ താളം എവിടെയോ പിഴയ്ക്കുന്നു. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ഡോക്ടറെ കാണിക്കണം. അദ്ദേഹത്തിനോട് അങ്ങനെ സംസാരിക്കാൻ അച്ചായനെ വിടണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അലക്സ് എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? നിന്നെ അറിയിക്കാൻ എൻ്റെ പക്കൽ പുതിയ വാർത്തയൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ അച്ചായൻ അദ്ദേഹവുമായി വഴക്കിന് പോയത്? നമുക്ക് കുറച്ചും കൂടെ ക്ഷമിച്ചൂടെ? ഈ വർക്ക് പോണെങ്കിൽ പോട്ടെ, ഇനിയും അവസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓഹോ, ഞാൻ ഇനിയും വേണ്ട സ്ഥാപനത്തിൽ ഒരടിമയെ പോലെ കഴിഞ്ഞോളണമെന്നല്ലേ? വെറുതെ അല്ലല്ലോ, നല്ല ശമ്പളം തരുന്നില്ലേ? വേണമെങ്കിൽ ഇനി കൂട്ടിത്തരുമെന്ന് പറയണു. അവിടെ വിട്ടു പോരാൻ അലക്സിന് എന്താ അത്ര ധൃതി? അപ്പനെ ഇത്ര അപമാനിച്ചിട്ട് നിനക്ക് കൂറയാളോടാ? കുറെ നാളായി ഞാനൊന്നും പറയുന്നില്ല. പറ, എന്താ അലക്സിന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് ആരും അയാളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നില്ല. നീ അടക്കം ആരും.
ഐ എം സോറി. നീ എന്നിൽ നകന്നു പോകുമ്പോൾ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. എനിക്കറിയില്ല അലക്സ്, എന്താണ് സംഭവിക്കണെന്ന് എനിക്കറിയില്ല. മിസ് വർഗീസ്, അപ്പന് സുഖം തന്നെയല്ലേ? യെസ്, ഹിസ് ഫൈൻ. തൻ്റെ പേര് ഞാൻ മറന്നുപോയി. യുവർ ക്രിസ്ത്യൻ നെയിം ഐ മീൻ. എൻ്റെ പേര് ഹിൽഡ, ഹിൽഡ വർഗീസ്. എന്നാൽ ഇനി എനിക്ക് ഹിൽഡ എന്ന് വിളിക്കാമല്ലേ? ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാൻ വന്നതാണോ? പഠിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇവിടെ എത്ര നാളുണ്ടാവും? കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മിസ്റ്റർ ആൽബർട്ട് സാംസൺ, യെസ്. താങ്കൾ വലിയൊരു മറവിക്കാരനാണല്ലേ? ഞാനോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അന്നവിടെ നടന്നതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ പോലും താങ്കൾ തയ്യാറാവുന്നില്ലല്ലോ. എവിടെ? അങ്ങ് സ്നോഡേയിലോ? അവിടെ എന്ത് നടന്നു? ഗോപുരത്തിന്റെ പണി പൂർത്തിയായപ്പോൾ അവിടെ എന്തൊരു ഉത്സവമായിരുന്നു. അതെ, ആ ദിവസം എനിക്ക് മറക്കാനേ കഴിയില്ല. നിങ്ങൾ മറക്കുകയില്ല അല്ലേ? നിങ്ങളിൽ നിന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. പള്ളിപ്പറമ്പിൽ സംഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വിദ്യാർത്ഥിനികൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു. കൈകളിൽ കൊടികൾ ഏന്തിയിരുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. വെള്ളയും മഞ്ഞയും കൊടികൾ. അപ്പോൾ അങ്ങ് ഗോപുരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുകളറ്റത്തേക്ക്. അങ്ങയുടെ കയ്യിൽ ഒരു കൂറ്റൻ പുഷ്പചക്രമുണ്ടായിരുന്നു. ആ പുഷ്പചക്രം അങ്ങ് ഗോപുരത്തിന് മുകളിൽ കൊളുത്തിയിട്ടു. അക്കാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു, ഒരു പഴഞ്ചൻ ആചാരം. ഗോപുരത്തിന് മുകളിൽ നിൽക്കുന്ന അങ്ങയെ താഴെ നിന്നും നോക്കുന്നത് കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു. അയ്യോ, അദ്ദേഹത്തിന് കാലിടറിയാലോ, ആ രാജശില്പിക്ക്. അതെ, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ആ വെള്ളവസ്ത്രം ധരിച്ച പിശാചുക്കളിലൊന്ന് എൻ്റെ നേരെ കൂക്കി വിളിച്ചു. എന്നിട്ട് ആ കൊടി എൻ്റെ നേരെ ആഞ്ഞു വീശി. പെട്ടെന്ന് ഞാൻ താഴേക്ക് നോക്കി. എന്തൊരു ഭയാനകമായ കാഴ്ച! ആ കാഴ്ചയിൽ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ആ കൊച്ചു പിശാച് ഞാനായിരുന്നു. എനിക്കത് ഉറപ്പാണ്. അത് നീ തന്നെയായിരിക്കണം. അതെത്രമാത്രം ആവേശകരവും മനോഹരവുമായിരുന്നു. ഇത്ര ഗംഭീരമായ ഒരു ഗോപുരം പണിയാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. അത് പണിത ശില്പി തന്നെ ജീവനോടെ അത്ര ഉയരത്തിൽ. അങ്ങേക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അതാലോചിച്ചപ്പോൾ എനിക്കാണ് തലചുറ്റലുണ്ടായത്. ഞാൻ പേടിച്ചില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? വെറുതെ ഓരോന്നും പറയാതെ, എനിക്കത് നന്നായി അറിയാമായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങേക്ക് എങ്ങനെ പാടാൻ കഴിയും? പാട്ടോ? ഞാൻ പാടിയോ? പാടി, തീർച്ചയായും പാടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്വരം പോലും പാടിയിട്ടില്ല. എന്നാൽ അന്നങ്ങ് പാടി. കിന്നരത്തിന്റെ മധുരസ്വരം പോലെ ഞാൻ ആ പാട്ട് കേട്ടു.
എല്ലാം വിചിത്രമായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സംഭവം നടന്നത് പിന്നീടാണ്. യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ താങ്കളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഏതോ ചിലന്തി വലയിൽ അകപ്പെട്ടതുപോലെ. കഥകിൽ മുട്ടി വിളിക്കുന്ന പുതിയ തലമുറ. ഗോപുരത്തിന് മുകളിൽ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിപ്പാടുന്ന ആൽബർട്ട് സാംസൺ. മറവിയുടെ ആഴങ്ങളിൽ നിന്നും ഉയർത്തു വരുന്ന യഥാർത്ഥ സംഭവങ്ങൾ. ഹിൽഡ, നിൽക്കൂ. ഹിൽഡ! ഹിൽഡ, അവിടെ നടന്നതെന്താണ്? എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നില്ല. അന്ന് ക്ലബിൽ അങ്ങയ്ക്ക് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. അതോർമ്മയുണ്ടോ? അതെ, അന്ന് വൈകുന്നേരം. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രി ക്ഷണം സ്വീകരിച്ച് അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇത്ര ചെറിയ കാര്യങ്ങൾ എങ്ങനെ നിനക്ക് കൃത്യമായി ഓർത്തു വയ്ക്കാൻ കഴിയും? താങ്കൾ വന്നപ്പോൾ എൻ്റെ മുറിയിൽ ഞാൻ തനിച്ചായിരുന്നു. അതും ചെറിയ കാര്യമായിരിക്കും അല്ലേ? നീ തനിച്ചായിരുന്നു. അപ്പോൾ എന്നെ പിശാചി എന്നല്ല വിളിച്ചത്. ആയിരിക്കില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. ആ വർണ്ണ വസ്ത്രത്തിൽ ഞാനൊരു പൂ പോലെ സുന്ദരിയായിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ രാജകുമാരിയാണെന്ന്. ശരിയായിരിക്കാം. അന്ന് എൻ്റെ മനസ്സ് ഒരു തൂവൽ പോലെ കനം കുറഞ്ഞതായിരുന്നു. വർഷം കഴിഞ്ഞു വരുമെന്നും ഒരു ഗന്ധർവനെ പോലെ എന്നെയും കൊണ്ട് പറന്നു പോകുമെന്നും അങ്ങ് പറഞ്ഞു. ഏതോ വിദൂര ദേശത്തേക്ക്. അത് കഴിഞ്ഞ് അങ്ങ് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയൂ. ഞാൻ വിചാരിച്ചത് അതൊന്നും ആർക്കും മറക്കാൻ പറ്റില്ലെന്നാണ്. ചെറിയൊരു സൂചന തന്നാൽ. നിങ്ങൾ എന്നെ പിടിച്ചണച്ച് എന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു മിസ്റ്റർ സാംസൺ. ഇല്ല, ഒരിക്കലുമില്ല. സത്യം, സത്യം. നിങ്ങൾ എന്നെ രണ്ട് കൈകളിലും വാരിയെടുത്ത് ആഞ്ഞു ചുംബിച്ചു. ഒരു തവണയല്ല, പല പ്രാവശ്യം. നിങ്ങൾ എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ പറയുന്നത് മിസ് വർഗീസ്? നിങ്ങൾക്ക് മതിയാവോളം നിങ്ങളത് ചെയ്തു മിസ്റ്റർ ആൽബർട്ട്. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. അത് തീർത്തും ഞാൻ നിഷേധിക്കുകയാണ്. എങ്കിൽ ഗുഡ് ബൈ മിസ്റ്റർ ആൽബർട്ട്. ഈ പറഞ്ഞതെല്ലാം ഒരു പക്ഷെ നീ സ്വപ്നം കണ്ടതാവാം, അല്ലെങ്കിൽ ഞാൻ, അതെ ഞാൻ
ഞാനതെല്ലാം എൻ്റെ മനസ്സുകൊണ്ട് ഗാഢമായി ആഗ്രഹിച്ചിരിക്കാം. അങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നിരിക്കാം. ഹിൽഡ, ഹിൽഡ, മാസത്തിൽ ഒരിക്കലെങ്കിലും ആലീസ് ഇവിടെ വരാതിരിക്കില്ല. കൈ നിറയെ സമ്മാനപ്പൊതികളും ഉണ്ടാവും. കുട്ടികൾക്ക് ആലീസിനെ വലിയ ഇഷ്ടമാണ്. അവരോടൊപ്പം എത്ര സമയം ചെലവഴിച്ചാലും ആലീസിന് മതിയാവില്ല. മദർ ഈസ് കോളിംഗ് യു. Okay then. See you, sister. കം അഗെയിൻ. Sure. മാം, എത്രമാത്രം സങ്കടങ്ങളാണ് അനുഭവിച്ചത് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആദ്യം ആ തീപിടുത്തം, പിന്നെ അരുത്, കുഞ്ഞുങ്ങളെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കരുത്. അതൊരു ദൈവവിളിയായിരുന്നു. എൻ്റെ പിഞ്ചോമനകൾ ദൈവത്തിൻ്റെ മടിയിലിരുന്ന് സന്തോഷമായി ചിരിച്ചു കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കുന്നത് മറ്റു ചില കൊച്ചു കാര്യങ്ങളാണ്. ചുവരിലുണ്ടായിരുന്ന പഴയ ഛായാചിത്രങ്ങൾ, തലമുറകളായി സൂക്ഷിച്ച് പട്ടുടുപ്പുകൾ, അമ്മയുടെയും അമ്മൂമ്മയുടെയും രത്നാഭരണങ്ങൾ, പിന്നെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പാവക്കുട്ടികൾ. പാവക്കുട്ടികളോ? എനിക്ക് സുന്ദരമായ 9 പാവക്കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞിലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പാവക്കുട്ടികൾ എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അവരെ രക്ഷിക്കുന്ന കാര്യം ആരും ഓർത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ട് കുട്ടിക്ക് ചിരി വരുന്നുണ്ടാവൂലേ? അയ്യോ ഇല്ല, ഒരിക്കലുമില്ല. കുട്ടിക്കറിയാമോ, അവർക്ക് ജീവനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ അവരെ കൊണ്ടു നടന്നത്. നിനക്ക് സുഖമില്ലേ ഹിൽഡ? നീ വല്ലാതെ വിളറിയിരിക്കുന്നു. നീ ആലീസുമായി സംസാരിക്കുകയായിരുന്നല്ലേ? ആത്മപീഡനത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് അവൾ. ഞാൻ പോവുകയാണ്. എനിക്കിഷ്ടമുള്ള ഒരാളെ ദ്രോഹിക്കാൻ ഞാൻ തയ്യാറല്ല. ആ ആളിൻ്റെ വക കവർന്നെടുക്കാനും ഞാൻ ആളല്ല. നീ പോയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ മറ്റൊരാനന്ദവുമില്ല ഹിൽഡ. അങ്ങേക്ക് ചെയ്യാൻ കർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ വൈകിപ്പോയി. എൻ്റെ മനസ്സിൽ നീ ഉണർത്തിവിട്ട ശക്തികൾ എന്നെ ഉന്മത്തനാക്കിയിരിക്കുന്നു. ഈ ലഹരിയില്ലാതെ എനിക്കിനി ജീവിക്കാനാവുകയില്ല. നീ അവിടെ എന്താണ് നോക്കുന്നത് ഹിൽഡ? ഓ, വെറുതെ ഞാനിതൊക്കെ ഒന്ന് കാണുകയായിരുന്നു. കാണാൻ പാടില്ലെന്നുണ്ടോ? ഹേയ്, ഈ ഫയലുകളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ സെക്രട്ടറി. പെൺകുട്ടി? തീർച്ചയായും. എന്താണ് അവളുടെ പേര്? കാതറിൻ. വിവാഹിതയാണോ? അല്ല, പക്ഷെ അവൾ ഉടനെ വിവാഹിതയാവുകയാണ്. അതായിരിക്കും അവൾക്ക് നല്ലത്. പക്ഷെ എനിക്കതത്ര നന്നല്ലല്ലോ. എനിക്ക് പിന്നെ സഹായത്തിന് ആരാണുള്ളത്? അതുപോലെ മറ്റൊരാളെ കണ്ടെത്തിക്കൂടെ? നീ ഇവിടെ താമസിക്കുമെങ്കിൽ, എനിക്ക് കണക്കെഴുതി തരുമെങ്കിൽ. പിന്നെന്താ? അല്ലെങ്കിൽ വേണ്ട. നാം തമ്മിൽ അങ്ങനെ ഒരു ഇടപാട് വേണ്ട. ഐ എം സോറി സർ. Come on, Alex.
നിങ്ങളുടെ അപ്പൻ്റെ അസുഖം എങ്ങനെയുണ്ട്? അപ്പൻ്റെ നില വളരെ മോശമാണ് സാർ. മിക്കവാറും അബോധാവസ്ഥയിലാണ്. ബോധം തെളിയുമ്പോൾ സാറിൻ്റെ കാര്യവും ആ പ്ലാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോധം തീരെ നശിക്കുന്നതിന് മുമ്പ് ആ പ്ലാനിലൊന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ. ആ പ്ലാനിനെ കുറിച്ച് ഇനി മിണ്ടരുത്. താങ്കൾ അതൊന്ന് തുറന്നു നോക്കെങ്കിലും ചെയ്തോ? ഞാൻ കണ്ടു. അത് നന്നായിട്ടുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? എനിക്കെന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്? അലക്സ്, എൻ്റെ കൂടെ നിൽക്കൂ. കാദറിനെ വിവാഹം ചെയ്തൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കൂ. മറ്റെന്തും ഞാൻ തരാം, സ്വന്തമായി പണിതുയർത്തുന്നതൊഴികെ. ഈസ് ഇറ്റ് യുവർ ഫൈനൽ വേർഡ്? എങ്കിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അലക്സ്. എങ്കിൽ ഞാൻ ആ പ്ലാൻ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കോളൂ, അതവിടെ ഉണ്ട്. അലക്സ്, എന്താ? അതവിടെ വെച്ചേക്കൂ. എന്തിന്? എനിക്കൊന്ന് കാണാനാ. ഹിൽഡ, നിനക്കതെന്തിനാണ്? വെറുതെ ഒന്ന് കാണാൻ. അല്ലെങ്കിൽ അതവിടെ വെച്ചേക്കൂ അലക്സ്. ശരി, നിൽക്കൂ. എനിക്ക് തരാൻ പറ്റാത്തത് ഒരിക്കലും എന്നോട് ചോദിക്കരുത്, മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ ക്രൂരമായി പോയി. നീയും അങ്ങനെ കരുതുന്നു? ഇന്ന് ഈ നിലയിലെത്താൻ എനിക്ക് കൊടുക്കേണ്ടി വന്ന വില നിനക്കറിയില്ല ഹിൽഡ. വരൂ, ഞാൻ വിചിത്രമായ മറ്റൊരു കഥ പറയാം. കേൾക്കുമ്പോൾ ഒരു മണ്ടൻ കഥയാണെന്ന് തോന്നുന്നു. പുകക്കുഴലിലെ ഒരു വിള്ളലിനെ പറ്റിയാണ് കഥ. ആലീസിൻ്റെ പഴയ വീടായിരുന്നു അത്. അതിൻ്റെ ചിമ്മിനിക്കൊരു വിള്ളലുണ്ടായിരുന്നു. ഞാനത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നതുമാണ്. ചിലപ്പോഴൊക്കെ അത് അടയ്ക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്തില്ല. പിന്നീട് എനിക്ക് തോന്നി ആ വിള്ളൽ എൻ്റെ ഭാഗ്യത്തിലേക്കുള്ള വഴിയാണെന്ന്. ഒരു ദിവസം ആലീസും ഞാനും പുറത്തു പോയിരിക്കുകയായിരുന്നു. നല്ല കുളിരുള്ള ഒരു ദിവസമായിരുന്നു. വീട്ടിലെ താപനില കൂട്ടാനായി ജോലിക്കാർ തീ കത്തിച്ചു. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കണ്ടത് ഉയരത്തിൽ പൊങ്ങുന്ന പുകയാണ്. തടി കൊണ്ട് പണിത ആ പഴയ വീട് ഞങ്ങൾ അടുത്തെത്തും മുമ്പ് ആളിക്കത്തി. ഒടുവിൽ അതൊരു തീക്കുണ്ടമായി മാറി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുകക്കുഴലിലെ വിള്ളൽ, തീ, ഭാഗ്യം. നിനക്കറിയില്ല ഹിൽഡ, ഈ ലോകത്തിൽ ചിലരുണ്ട്. ചിലത് ആഗ്രഹിക്കാനും മനസ്സുകൊണ്ടത് ഉറപ്പിക്കാനും ഒടുവിലത് നേടിയെടുക്കാനും കഴിയുന്ന ചിലർ. അവരുടെ ഇച്ഛാശക്തിയുടെ താളത്തിനനുസരിച്ചാണ് ഈ ലോകത്തിന്റെ കറക്കം. ആ ഇച്ഛാശക്തി ഇല്ലാത്തവർക്ക് ആകാശ ഗോപുരങ്ങൾ പണിയാനാവില്ല. അങ്ങേക്ക് തീരെ സുഖമില്ല എന്റെ രാജശില്പി. ഭ്രാന്താണെന്ന് തന്നെ കരുതിക്കോളൂ. എനിക്കറിയാം നീ അതാണ് ഉദ്ദേശിച്ചത്. എന്തു പറ്റി ആൽബർട്ട്? ഹിൽഡ എവിടെ? ഇരുട്ടത്തെന്താ തനിച്ച്? ഇനി 2 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ ഗോപുരത്തിന്റെ പണി തീരും. ലോകം മുഴുവൻ അത് കാണും. എന്റെ ആകാശ ഗോപുരം. ആൽബർട്ട്, എന്താ അത്? ഒന്ന് പോയി നോക്കൂ. ആർക്കും എന്താ പറ്റിയിട്ടുണ്ട്? Take him to the hospital immediately. Okay, they'll take care of him. You carry on with your work.
ഹലോ, ഇത് ഞാൻ അലക്സ്. ആ എന്താ അലക്സ്? ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. നീ അപ്പച്ചൻ്റെ മുറിയൊന്ന് റെഡിയാക്കി വെക്കും. ഞങ്ങൾ ഉടനെ എത്തും. ആ 10 വർഷം എനിക്ക് വേണ്ടി നീ കാത്തിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തേ ഒരു കത്ത് പോലും എഴുതാതിരുന്നത്? എഴുതിയാൽ എല്ലാം അവസാനിച്ചേക്കുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ടിപ്പോഴോ പുതിയ തുടക്കമായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിനക്കറിയാമോ നീ ആരാണെന്ന്? ഞാനൊരു പ്രത്യേക തരം പക്ഷിയല്ലേ? അല്ല, നീ ഒരു പുലരിത്തുടുപ്പാണ്. നിന്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ പ്രഭാത സൂര്യൻ്റെ രശ്മികൾ എൻ്റെ മുഖത്ത് പതിക്കുന്നത് പോലെ. തുറന്നു പറയൂ ആൽബർട്ട്, നിങ്ങളുടെ ഉള്ളുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തുകയായിരുന്നില്ലേ? ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തിനാണ് അങ്ങനെ വിളിച്ചു വരുത്തിയത്? അറിയില്ലേ ഹിൽഡ, നീ യുവത്വമാണ്. നമുക്ക് നാളെ ജനങ്ങൾ മുഴുവൻ കാണെ ആ ഗോപുരത്തിന് മുകളിൽ പൂമാല ചാർത്തണം. അപ്പോൾ എനിക്ക് തന്ന വാക്കെപ്പോ നിറവേറ്റും? എന്നെ ഒരു രാജകുമാരിയാക്കുമെന്നും എനിക്കൊരു രാജ്യം നൽകുമെന്നും വാക്ക് തന്നിട്ടല്ലേ പോയത്? എങ്കിൽ ഞാനത് പാലിക്കുന്നു. ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ മുറി നിനക്ക്. അവിടെ നിനക്കൊരു രാജകുമാരിയെ പോലെ കഴിയാം. ഞാനിത് അലക്സിന് തരാൻ വേണ്ടി വന്നതാണ്. എന്താണിത്? ആൽബർട്ട് സാംസൺ ഒപ്പുവെച്ച് നിങ്ങളുടെ ഡിസൈൻ. നല്ല അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ദാ നോക്കൂ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളയാൾ ദാ മുറിയിൽ കിടപ്പുണ്ട്, ഒന്നും കാണാനും കേൾക്കാനും കഴിവില്ലാതെ. കാതറിൻ, ദാ അലക്സിന്റെ പ്ലാനാ. ആൽബർട്ട് ഒപ്പിട്ടിട്ടുണ്ട്.
ഒപ്പിട്ടു അല്ലേ? നീ ഏതാ കുട്ടി? ഞാൻ ഹിൽഡ.